ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയവും സാഹചര്യവും മുഹൂർത്തവും ഒക്കെ നോക്കി നിൽക്കുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്. സമയത്തിൻ്റെ വില മനസ്സിലാകാത്തവരാണ് ഈ ആളുകൾ. എന്നാൽ സമയത്തിൻ്റെ വിലയും ജീവിതത്തിൻ്റെ മൂല്യവും ഒക്കെ തിരിച്ചറിയുന്ന, തങ്ങളുടെ ഒരു നിമിഷം പോലും പാഴാക്കി കളയാത്ത കുറേ ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. സാഹചര്യം എന്തായാലും ചിലർ ഒരു നിമിഷം പോലും പാഴാക്കി കളയില്ല. തങ്ങളുടെ ലക്ഷ്യത്തിന് മാത്രമായി അവർ പ്രവർത്തിക്കും. രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട മാൻഡല ജയിലിൽ കഴിയുന്ന സമയത്താണ് ബാലഗംഗാധർ ഗീതാ രഹസ്യം എന്ന വിഖ്യാതമായ കൃതി എഴുതിയത് എന്ന് ഓർമ്മിക്കുക. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ജയിലിൽ കിടന്ന് ഈ കൃതി എഴുതേണ്ട കാര്യമുണ്ടോ? ജയിലിൽ അല്ലാതെ കഴിഞ്ഞ് സമയം കളയാമല്ലോ. പക്ഷേ അദ്ദേഹം വളരെ വിലപ്പെട്ടതാണ് സമയം എന്ന് മനസ്സിലാക്കി അദ്ദേഹം പുസ്തക രചനയിലേക്ക് കടന്നു. കേവലം 4 മാസത്തിനുള്ളിലായിരുന്നു ഈ കൃതിയുടെ രചന എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ജവഹർലാൽ നെഹ്റു തൻ്റെ ആത്മകഥ എഴുതിയതും ജയിലിൽ കഴിയുമ്പോൾ തന്നെയാണ്. ലോക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന പുസ്തകവും ജയിൽവാസ കാലത്ത് തന്നെയാണ് അദ്ദേഹം എഴുതിയത്. മഹാത്മാഗാന്ധിയും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് ജയിൽവാസ കാലത്താണ്. ധാരാളം വായിക്കാനും ഒരുപാട് എഴുതാനുമുള്ള സമയമായി ജയിൽവാസ കാലത്തെ മഹാത്മാക്കൾ കണ്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും എങ്ങനെയാണ് ഗാന്ധിജിയും നെഹ്റുവും ബാലഗംഗാധര തിലകുമൊക്കെ ക്രിയാത്മകമായി വിനിയോഗിച്ചതെന്ന് അവരുടെ ജയിൽവാസ കാലത്തെ പുസ്തകങ്ങൾ തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ പേർക്ക് മുന്നോട്ടുള്ള പാതയിൽ വഴികാട്ടിയായി മാറിയ പുസ്തകങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തായാലും ജോലി ചെയ്യുന്നതിന് അതൊരിക്കലും തടസ്സമാകരുത്. അതായിരിക്കണം നമ്മുടെ ചിന്ത. ഒന്നിനും തടസ്സമാകരുത്. മുന്നോട്ട് തന്നെ പോകുക.